First of all, good evening all. എൻ്റെ പേര് സുഹൈറ. കറൻ്റ്ലി ICCPയിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ ആൻഡ് അഡോളസെൻ്റ് ഹെൽത്ത് കൗൺസിലറായിട്ടും വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എറൗണ്ട് ഒരു 7ഓളം ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലൈസിനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. PPT വിസിബിൾ ആണോ? ഹലോ. അതെ, ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു മഴയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നില്ലെങ്കിൽ, ഓഡിബിൾ അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, സോ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വരുന്നുണ്ട്. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വരുന്നുണ്ട്, എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഗാബ, സെറാട്ടോണിൻ, ഗ്ലൂട്ടാമേറ്റ്, ഓക്കെ, ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമുക്കിന്ന് ഗ്ലൈസിനെ കുറിച്ച് നോക്കാം. ഗ്ലൈസിൻ എന്ന് പറയുന്നത് 80-20 ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ഓക്കെ, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൈസിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്, അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, എങ്ങനെ നമുക്ക് ഗ്ലൈസിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഗ്ലൈസിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നെ നമുക്ക് അതെങ്ങനെ എന്തെല്ലാം ഫുഡ്സിലൂടെയാണ് അല്ലെങ്കിൽ എന്തെല്ലാം റെമഡീസിലൂടെയാണ് ഗ്ലൈസിനെ നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്ലൈസിൻ 80-20 ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ബ്രക്നോട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ഗ്ലൈസിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഡിസ്കവേർഡ് ചെയ്യുന്നത്. അദ്ദേഹം ഹൈഡ്രോലൈസ്ഡ് ജെലാറ്റിനും സൾഫ്യൂരിക് ആസിഡും കമ്പൈൻ ചെയ്ത സമയത്താണ് ഈ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടൻറ് ഉണ്ട്, സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഈ സൾഫേറ്റ് കണ്ടൻ്റാണ് നമ്മൾ ശരീരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഈ ഗ്ലൈസിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു സൾഫേറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അമിനോ ആസിഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ടിഷ്യൂസിന് ആവശ്യമുള്ള പ്രോട്ടീൻസ്, എൻസൈംസ്. ഹലോ മാഡം, PPT ഫുൾ വിസിബിൾ അല്ല, ഒരു പാർട്ട് മാത്രമേ കാണുന്നുള്ളൂ. ജനൽ അടിച്ചു കഴിഞ്ഞ ശബ്ദം ഒന്ന് കുറയും. മഴയുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് വരുന്നത്. ഓക്കെ, അത് നല്ലപോലെ ശബ്ദം വരുന്നുണ്ട്. ജനലടിച്ചാൽ മതി. ക്ലോസ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ്, പക്ഷെ നല്ല മഴയാണ്. ഓക്കെ, സോറി ഫോർ ദി ഡിസ്ട്രപ്ഷൻ. PPT വിസിബിൾ ആണോ? ഹലോ, PPT വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ഓക്കെ, ഞാൻ വിസിബിൾ ആണ്. മറ്റേ കുറച്ച് ഇതൊക്കെ കിട്ടുമോ, മറ്റേ ലാൻഡ്സ്കേപ്പിൽ കിട്ടുമോ? ഇതില് കാണാൻ സൂം ചെയ്യാൻ കഴിയില്ല, ഒരു ചെറിയ രീതിയിൽ. ഇത് കറക്റ്റാണ്, പക്ഷെ സൂം ചെയ്യുമ്പം കട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ഇല്ല മാം, അതായത് പകുതിയെ കാണുന്നുണ്ട്. പഴയ രീതിയിൽ വെച്ചാൽ മതി, അത് നമുക്ക് സൂം ചെയ്യാവുന്നതാണ്. ഓക്കെ സർ, ഇപ്പൊ വിസിബിൾ ആണോ? ഇങ്ങനെ മതിയോ? ഇത് മതിയോ? എന്നിട്ട് കാണുന്നവര് സൂം ചെയ്താൽ ഓക്കെ മാം, പ്ലീസ് കണ്ടിന്യൂ. സ്ക്രീൻ സൂം ചെയ്യാം.
അപ്പോൾ നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടിഷ്യൂസിന് ആവശ്യമുള്ള പ്രോട്ടീൻസ്, എൻസൈംസ്, ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ ന്യൂറോണൽ പ്രൊട്ടക്ഷൻസ് ഒക്കെയാണ് ഈ ഒരു സൾഫ്യൂരിക് കണ്ടെയ്നിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ഫോമിലാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗ്ലൈസിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഓൾസോ ഇറ്റ്സ് എ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മുടെ സ്പൈനൽ കോഡ്, ബ്രെയിൻ സ്റ്റെം, ഫോർ ബ്രെയിൻ, റെറ്റിന എന്നിവിടങ്ങളിലാണ് ഈ ഒരു ഗ്ലൈസിൻ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ ഒരു ഗ്ലൈസിൻ നമുക്ക് മോട്ടോർ മൂവ്മെൻറ്റ്സിനും അതുപോലെ സെൻസറി റീസെപ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഓരോ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ സെൻസറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണുന്നതിന് വേണ്ടി, ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗ്ലൈസിൻ നമ്മുടെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടുള്ള സെറാട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഗ്ലൈസിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഗ്ലൈസിൻ റീസെപ്റ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then glycine also known as glycogol, aminoethanoic acid and glycic acid. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലൈസിൻ്റെ ഒരു സ്ട്രക്ചർ വിസിബിൾ ആവും. ഇതാണ് ഗ്ലൈസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഫങ്ഷൻസ് ഓഫ് ഗ്ലൈസിൻ ആണ്. എങ്ങനെയാണ് ഈ ഗ്ലൈസിൻ നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത്? ഇൻഹിബിഷൻ ഓഫ് ന്യൂറോണൽ ആക്ടിവിറ്റി, റെഗുലേഷൻ ഓഫ് മസിൽ ടോൺ, മോഡുലേഷൻ ഓഫ് പെയിൻ, ന്യൂറോണൽ പ്രൊട്ടക്ഷൻ, ദെൻ ഇംപ്രൂവ്ഡ് സ്ലീപ്പ് ക്വാളിറ്റി, ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ, മൂഡ് റെഗുലേഷൻ, NMDA റിസെപ്റ്റേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇൻഹിബിഷൻ ഓഫ് ന്യൂറോണൽ ആക്ടിവിറ്റി ആണ്. നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ സഡൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ന്യൂറോണൽ റിയാക്ഷൻസിനെ കുറയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു ന്യൂറോണൽ റിയാക്ഷൻ്റെ എക്സൈറ്റബിലിറ്റിയെ കുറയ്ക്കുന്നതിനും ഈ കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരു കാം ഡൗൺ അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് എഫക്റ്റ് ആണ് ഈ ഗ്ലൈസിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് മോട്ടോർ ഇൻഫോർമേഷൻസിനെ സഹായിക്കുന്നുണ്ട്. നമുക്ക് കാഴ്ചയ്ക്കും കേൾവിക്കും ടച്ചിനൊക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു പെയിന് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വേദന അനുഭവിക്കുമ്പോൾ അത് ഒരുപാട് കാലത്തേക്ക് എക്സിസ്റ്റ് ചെയ്യണില്ലല്ലോ. ആ പെയിന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെയിൻ അനുഭവിക്കുന്ന സമയത്ത് അത് നിൽക്കാൻ കാരണമാകാനും ആ പെയിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. ദെൻ ഗ്ലൈസിൻ ആസ് എ റെഗുലേഷൻ ഓഫ് മസിൽ ടോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ മസിൽ സ്പാസം അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ മീൻസ് മസിൽസിന് ശക്തമായിട്ട് പെയിന് വരുന്ന സമയത്ത് മസിൽ ടോണിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും അവിടെ ഉണ്ടാകുന്ന ആ മസിൽ ടെൻഷനെ കുറക്കുന്നത് വഴി നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും ഗ്ലൈസിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മോഡുലേഷൻ ഓഫ് പെയിൻ. അപ്പോൾ ഗ്ലൈസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതൊരു അനാൽജസിക് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, പെയിനെ റിഡക്റ്റ് ചെയ്യാനും പെയിനെ കൺട്രോൾ ചെയ്യാനും ഉള്ള ഒരു അനാൽജസിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗ്ലൈസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് സപ്ലിമെൻറ്റ്സിലൂടെയും ഫുഡ്സിലൂടെയൊക്കെ ഇൻടേക്ക് ചെയ്യാം. സോ നമ്മുടെ ബോഡിയിൽ ഒരു വേദന വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ന്യൂറോണൽ റിയാക്ഷനെ കൺട്രോൾ ചെയ്ത് അവിടെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വേദനയെ കൺട്രോൾ ചെയ്ത് ബോഡിക്ക് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള പെയിന് റെഡ്യൂസ് ചെയ്യാനും ഗ്ലൈസിൻ കാരണമാകുന്നുണ്ട്. ദെൻ ഗ്ലൈസിൻ നമ്മുടെ ശരീരത്തിലെ ന്യൂറോ പ്രൊട്ടക്ഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ന്യൂറോൺസിന് ഡാമേജ് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് അല്ലെങ്കിൽ നെർവ്സ് ഉണ്ട്. ഇതിന് ഡാമേജ് വരുത്തുന്ന ഡിസോർഡേഴ്സിനെ നമ്മൾ ന്യൂറോ ജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എക്സൈറ്റോടോക്സിസിറ്റി അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. എക്സൈറ്റോടോക്സിസിറ്റി എന്ന് പറയുന്നത്
നമ്മുടെ ശരീരത്തിലെ അമിനോ ആസിഡ് റീസെപ്റ്റേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നെർവ് സെൽസ് അല്ലെങ്കിൽ നമ്മൾ ന്യൂറോൺസ് ഒക്കെ നശിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡെത്തായി പോകുന്ന ഒരു കണ്ടീഷനാണ് എക്സൈറ്റോടോക്സിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് പറയുന്നത് ഹെഡ് ഏക്ക്, ഫെറ്റീഗ്, മെമ്മറി ലോസ്, അതുപോലെ നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ലോസ് ഓഫ് സ്പീച്ച്, ബ്ലർഡ് വിഷൻ, ഹിയറിംഗ് ലോസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് പറയുന്നത്. അതുപോലെ മറ്റൊരു ന്യൂറോ ജനറേറ്റീവ് ഡിസീസാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ മോളിക്യൂൾസ് ആണ്, ബോഡിയിൽ അൺസ്റ്റേബിൾ ആയിട്ട് വരുന്ന മോളിക്യൂൾസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സെൽസിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇൻബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. ഇൻബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നമ്മളെ ന്യൂറോൺസിനൊക്കെ ഡാമേജ് വരാനും അല്ലെങ്കിൽ ന്യൂറോണൽ ഡെത്ത് സംഭവിക്കാനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസീസസ് ലൈക്ക് ക്യാൻസർ, അൾസിമേഴ്സ്, ദെൻ ഹേർട്ട് ഡിസീസസ്, ഇത്തരം കണ്ടീഷനിൽ ഗ്ലൈസിൻ നമ്മളെ ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലൈസിനാണ്. ദെൻ ഗ്ലൈസിൻ ആസ് എ NMDA റീസെപ്റ്റേഴ്സ്. അപ്പോൾ NMDA എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്ലൂട്ടാമേറ്റിൻ്റെ ഒരു സബ് ടൈപ്പിൽപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് NMDA എന്ന് പറയുന്നത്, എൻമീഥൈൽ ഡിയാസ്ട്രേറ്റ്. ഈ ഒരു NMDA റീസെപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ NMDA റീസെപ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മേജറായിട്ടും ലേണിംഗ് ആൻഡ് മെമ്മറി, അതുപോലെ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ ട്രാൻസ്മിഷൻ, നമുക്ക് പെയിൻ മാനേജ് ചെയ്യാൻ, ദെൻ ന്യൂറോൺസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ NMDA റീസെപ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീസെപ്റ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൈസിൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ബോഡിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ കുറച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിൻ്റെ ഓൺസെറ്റ് കൂട്ടാനും അതുപോലെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു ഗ്ലൈസിൻ സപ്ലിമെൻറ്റ്സ് ആയിട്ടും അതുപോലെ ഫുഡിലൂടെയൊക്കെ ഗ്ലൈസിൻ നമുക്ക് ഇൻടേക്ക് ചെയ്യാം. നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ ഗ്ലൈസിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിലൂടെ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനും നമുക്ക് പകൽ സമയത്തുള്ള ഈ ഉറക്കത്തെ കുറക്കാനും പകൽ സമയത്ത് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് മെച്ചപ്പെടുത്താനും അതുപോലെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഇൻസോമാനിയയുടെ സിംറ്റംസിനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ. നമ്മൾ പറഞ്ഞു ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയതുകൊണ്ട് തന്നെ ന്യൂറോൺസിൽ വരുന്ന റിയാക്ഷൻസ്, ഓക്കെ, അതിൻ്റെ ആ ഒരു എക്സൈറ്റബിലിറ്റി, ആ കൂടി നിൽക്കുന്ന ഒരു സാധനത്തെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൈസിൻ ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ആങ്സൈറ്റി എന്ന് അല്ലെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സസീവ് ആയിട്ടുള്ള വെറിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അവിടെ കൂടി നിൽക്കുന്ന ഈ ഒരു വെറി അല്ലെങ്കിൽ ഈ ഒരു ആങ്സൈറ്റിയെ കുറച്ചുകൊണ്ട് നമ്മൾ ബോഡിക്ക് ആവശ്യമുള്ള ഒരു കാം ആൻഡ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഈ ഗ്ലൈസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മൂഡ് റെഗുലേഷൻ. ഇപ്പോൾ മൂഡ് റെഗുലേഷൻ പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടുള്ള സെറാട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഗ്ലൈസിന് കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറാട്ടോണിൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പല സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഡിപ്രഷൻ, മൂഡ് ഡിസോർഡേഴ്സ്, അതുപോലെ സ്കിസോഫ്രീനിയക്ക് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സിംറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗ്ലൈസിൻ പല മാനസിക മീൻസ് മെൻ്റൽ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനും ഒരു വൈറ്റൽ റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഗ്ലൈസിൻ്റെ ഫങ്ഷൻസ് പറയുന്നത്. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണോ? ഇതുവരെ ഉള്ളത് ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, യെസ് ക്ലിയർ. ഓക്കെ. അപ്പോൾ നമ്മൾ
പറഞ്ഞു ഗ്ലൈസിൻ ഒരുപാട് മെൻ്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈപ്പർലെക്സിയ. ഹൈപ്പർലെക്സിയ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിൽ ഡിസീസാണ്, ഒരു ഞെട്ടൽ രോഗം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതൊരു ന്യൂറോ ജനറ്റിക് ഡിസീസാണ്, ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ്. മീൻസ് നമ്മളെ ജീൻസിൽ വരുന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഈ ഒരു സ്റ്റാർട്ടിൽ അമിതമായിട്ടുള്ള ഞെട്ടൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഐ ബ്ലിങ്കിങ് ഉണ്ടാവും, ബോഡി സ്പാസം, അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള മസിൽ ടെൻഷൻ, മസിൽ ക്രാംസ് ഒക്കെ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു ന്യൂറോണൽ ആക്ടിവിറ്റിയെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യലാണ് ഗ്ലൈസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ആങ്സൈറ്റി ഡിസോർഡർ. ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഓക്കെ, ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ഒരു വെറിയാണ്. ഈ സമയത്ത് നമ്മൾ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, ഫെറ്റീഗ്, അതുപോലെ ഒരു മസിൽ ടെൻഷൻ അനുഭവപ്പെടും, നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കണ്ടീഷൻസിനെയൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നമ്മൾ ബോഡിക്ക് ആവശ്യമുള്ള ബോഡിയുടെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഗ്ലൈസിൻ സഹായിക്കുന്നുണ്ട്. ദെൻ എപ്പിലെപ്സി. അപ്പോൾ എപ്പിലെപ്സിയും ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മൾ ബ്രെയിൻ നെർവ് സെൽസിൻ്റെ ഒരു ഇംപ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ സിഗ്നൽസ് കാരണമാണ് എപ്പിലെപ്സി വരുന്നത്. ഈ എപ്പിലെപ്സി പലപ്പോഴും സീഷറിന് കാരണമാവുന്നുണ്ട്. സോ ആ സമയത്ത് ന്യൂറോൺസിൽ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷനെ കുറച്ച് ബോഡിയെ ഒരു നോർമൽ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാൻ ഗ്ലൈസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്കിസോഫ്രീനിയ. ഇപ്പോൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നതും നമുക്കറിയാം ഒരു സീരിയസ് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. ഇത് ആളുകളുടെ തിങ്കിങ് പ്രോസസ്സ്, അതായത് ചിന്താഗതി, അവരുടെ ഫീലിങ്സ്, ദെൻ നമ്മുടെ ബിഹേവിയർ, ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയക്ക് ഒരുപാട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സിംറ്റംസ് പറയുന്നത്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ബിഹേവിയറൽ ആൻഡ് തോട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന സിംറ്റംസ് ആണ്, ലൈക്ക് ഹാലൂസിനേഷൻ, ഡെലൂഷൻ. ദെൻ നെഗറ്റീവ് എന്ന് പറയുന്നത് അവിടെ തിങ്കിങ്ങിനെയും നമ്മളുടെ പെർസെപ്ഷനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സിംറ്റംസ് ആണ്, ലൈക്ക് ലാക്ക് ഓഫ് പ്ലഷർ, ദെൻ സ്പീച്ചിൽ നമ്മൾ സംസാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ദെൻ ഡെയിലി ലൈഫിൽ വരുന്ന സ്ട്രഗിൾസ് ഒക്കെയാണ് നെഗറ്റീവ് സിംറ്റംസിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിസോഫ്രീനിയയുടെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗ്ലൈസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രോക്ക് ആൻഡ് ബ്രെയിൻ ഇഞ്ചുറി. ഇപ്പോൾ സ്ട്രോക്ക് ആൻഡ് ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ന്യൂറോൺസിൻ്റെ ഡാമേജ് ആണ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് സംഭവിക്കുന്ന സമയത്ത് ബ്രെയിൻസിൽ ഉണ്ടാകുന്ന ഈ ഡാമേജസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ബ്രെയിനിൽ ഒരുപാട് ബാരിയേഴ്സ് വരും. അപ്പോൾ ഈ ബാരിയേഴ്സിനെ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൈസിൻ ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നമുക്കറിയാം ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. ബ്രെയിനിൽ വരുന്ന ഒരു ഡിസബിലിറ്റി, അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഡിസബിലിറ്റി കാരണമാണ് ഈ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടാകുന്നത്. സോ ഇത്തരം ആളുകൾ നമ്മളിൽ നിന്നും കുറച്ചുകൂടെ ഒരു സെപ്പറേറ്റ്, നമ്മളോട് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാവും അവർ ബിഹേവ് ചെയ്യുന്നതും അവർ ഇൻട്രാക്ട് ചെയ്യുന്നതും അവർ ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കുന്നതൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്ലൈസിൻ ഒരുപാട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂറോ ജനറേറ്റീവ് ഡിസീസസ് ആയിട്ടുള്ള പാർക്കിൻസൺ ഡിസീസ്, അൽസീമേഴ്സ്, ഹണ്ടിങ്ടൺ ഡിസീസ്, മോട്ടോർ ന്യൂറോണൽ ഡിസീസിലൊക്കെ ഈ ഒരു ഗ്ലൈസിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഗ്ലൈസിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൈസിൻ്റെ ലെവൽ ശരീരത്തിൽ അല്ലെങ്കിൽ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഡ്രോവിനെസ് ആൻഡ് ഫറ്റീഗിന് കാരണമാകുന്നുണ്ട്. ഡ്രോവിനെസ് എന്ന് പറയുന്നത് മീൻസ് നമുക്കൊരു മയക്കം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അലസത, ഇതിനൊക്കെ ഗ്ലൈസിൻ ലെവൽ കൂടിയാൽ അത് കാരണമാകുന്നുണ്ട്.
അതുപോലെ തന്നെ ഇമ്പയർഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു NMDA റീസെപ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഗ്ലൈസിൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു NMDA റീസെപ്റ്റേഴ്സിൻ്റെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി ആൻഡ് കോഗ്നിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉയർന്ന ഗ്ലൈസിൻ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അറ്റൻഷൻ, മെമ്മറി, നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിൻ്റെ ഒക്കെ സ്പീഡിനെ കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ ഇൻക്രീസ്ഡ് ദ റിസ്ക് ഓഫ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് മെയിൽസിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ മെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഒരു സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ലുക്ക് ലൈക്ക് എ വാൾനട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ്, എൻലാർജ് ചെയ്യുന്ന സമയത്താണ് ഇതൊരു ക്യാൻസറായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസീസായിട്ട് മാറുന്നത്. ദെൻ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇഷ്യൂസ്. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലൈസിൻ്റെ ലെവൽ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ലൈക്ക് സ്റ്റൊമക് അപ്സെറ്റ്, ദെൻ നോസിയ, ഡീഹൈറിയ പോലെയുള്ള കണ്ടീഷൻസിന് ഇത് കാരണമാകും. ദെൻ ഇൻട്രാക്ഷൻ വിത്ത് മെഡിക്കേഷൻസ്. നമ്മൾ പറഞ്ഞു ഈ ഗ്ലൈസിൻ നമുക്ക് മെഡിക്കേഷനായിട്ടും അല്ലെങ്കിൽ ഫുഡിലൂടെയൊക്കെ ഇൻടേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് ഒക്കെ, ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ മെഡിസിൻ എടുക്കുന്നവരൊക്കെ അതിൻ്റെ കൂടെ ഗ്ലൈസിൻ എടുക്കുമ്പോൾ ആ ഒരു നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ എഫിക്കസിയെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഗ്ലൈസിൻ്റെ ലെവൽ നമ്മൾ ബോഡിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറ്റാണ്. നമ്മളുടെ ഡയറ്റിൽ കൂടുതലായിട്ടും പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുള്ള റിച്ച് ഫുഡ്സ് ആഡ് ചെയ്യാം. ദെൻ അഡിക്വേറ്റ് സ്ലീപ്പ്, ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ് ഉറപ്പാക്കുക. ദെൻ നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. നമുക്ക് ഒരുപാട് ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സസ് വരും. അതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് നമ്മുടെ ഡെയിലി റൊട്ടീൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസൊക്കെ ആഡ് ചെയ്യുന്നതിലൂടെ, നമ്മൾ റൊട്ടീൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്ലൈസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിലൂടെ, അതായത് ഗ്ലൈസിൻ, അതുപോലെ മഗ്നീഷ്യം, വൈറ്റമിൻ B6 പോലുള്ള സപ്ലിമെൻറ്റ്സിലൂടെയും നമുക്ക് ഈ ഗ്ലൈസിൻ്റെ ലെവൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ഫൈനലി ഒരു ഹെൽത്ത് കെയർ എക്സ്പേർട്ടിൻ്റെ പേഴ്സണൽ ഗൈഡൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗ്ലൈസിൻ്റെ ലെവൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ഫൈനലി ടിപ്സ് ആൻഡ് റെമഡീസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഈ ഗ്ലൈസിൻ എടുക്കാം. അതുപോലെ തന്നെ ചില ഫുഡ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്ലൈസിൻ ലെവൽ നമ്മൾ ബോഡിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജെലാറ്റിൻ റിച്ച് ഫുഡ്സ്. ഓക്കെ, ജെലാറ്റിൻ, അതായത് ജെലാറ്റിൻ, ബോൺ ബ്രോത്ത് എന്ന് പറയുന്നത് ലൈക്ക് എ സൂപ്പ്. ആൻഡ് കൊളാജിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള പോർക്ക് സ്കിൻ, ചിക്കൻ വിങ്സ്, ബീഫ് നക്കിൾസ്. ഓക്കെ, ദെൻ ലീൻ മീറ്റ്സ് ആയിട്ടുള്ള ചിക്കൻ, ടർക്കി, ഫിഷ്, സാൽമൺ, ബീഫ്. ഓക്കെ, ദെൻ ലിഗ്യൂമീസ് ആണ്. ലിഗ്യൂമീസ് പറയുന്നത് പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, ബീൻസ്, ലെൻറ്റിൽസ്, പീസ്. ദെൻ നട്ട്സ് ആൻഡ് സീഡ്സ് ആയിട്ടുള്ള സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, സെസമി സീഡ്സ് ആൻഡ് ആൽമണ്ട്സ്. ദെൻ വൂൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ബ്രൗൺ റൈസ്, ക്യോനിയ ആൻഡ് വൂൾ വീറ്റ്. ദെൻ വെജിറ്റബിൾസ് ലൈക്ക് സ്പീനച്ച്, കാളി, ബ്രക്കോളി ആൻഡ് കോളിഫ്ലവർ. ദെൻ ഫ്രൂട്ട്സ് പറയുകയാണെങ്കിൽ ബനാന, അവക്കാഡോസ് ആൻഡ് സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സിലൂടെയും ഈ ഒരു ഗ്ലൈസിൻ നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൈസിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ പരിചയപ്പെട്ടു. ദെൻ അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു, ഗ്ലൈസിൻ റിലേറ്റഡ് ഡിസീസസ് എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് പറഞ്ഞു. ദെൻ നമുക്ക് എങ്ങനെ ഈ ഗ്ലൈസിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തൊക്കെ ഫുഡ്സിലൂടെയാണ് ഈ ഗ്ലൈസിൻ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്ലൈസിൻ. താങ്ക് യു. ഞാൻ ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? Hello, am I audible? Yeah.
ഓക്കെ, ക്ലിയർ ആയില്ല. അല്ല മാം, Anyone have a doubt? ഹലോ പറയൂ. മാം, ഗ്ലൈസിന്റെ ആ അളവ് കൂടുന്നതിനെ കുറിച്ച് മാഡം പറഞ്ഞു. പക്ഷെ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഒന്ന് പറയാമോ മാഡം? ഓക്കെ, ഹലോ, കേൾക്കുന്നില്ല? കേട്ടു. Wait. സെഷൻ കഴിഞ്ഞോ അതോ ടൈപ്പ് ചെയ്തോ? ഇല്ല മാം, ഐ തിങ്ക് എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. പ്ലീസ് വെയിറ്റ്. നമ്മളെ ശരീരത്തിൽ ഗ്ലൈസിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരുപാട് ഡിസീസസും സ്റ്റൊമക്ക് അപ്സെറ്റ് ഒക്കെ ഉണ്ടാവും. കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കിത് ഡയബറ്റിസ്, അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം, ദെൻ ഒബ്സിറ്റി, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മാഡം, ഓക്കെ മാഡം. മാം, പിന്നെ മെസ്സേജ് ബോക്സിൽ ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്ലൈസിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഗ്ലൈസിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ കോഗ്നിഷൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. സ്പീഡ് കൂടുതലല്ല, ഇപ്പോൾ നമ്മുടെ അറ്റൻഷൻ, മെമ്മറി, ഇപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ അതിൻ്റെ സ്പീഡിനെ കുറക്കാനാണ് ഗ്ലൈസിൻ കാരണമാകുന്നത്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Thank you so much, Suhaira ma'am, for your informative session. And thank you all for joining with us. And we'll meet you tomorrow. And stay tuned. Good night all. Thank you so much. ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു.